ഇത് പഞ്ചായത്തിൽ 1.5 മാസമായി പരാതി കൊടുത്തിട്ട്. നിങ്ങൾക്ക് നോട്ടീസും തന്നു. ഇത് കണ്ടില്ലേ, ഞങ്ങൾക്ക് കൊതുക് കാരണം പാമ്പ് കാരണം ഇവിടെ ഇരിക്കാൻ മേല. എന്നിട്ട് രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇയാളാണ് ഇവർക്ക് നോട്ടീസ് കൊടുത്തു, ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് യാതൊരു മാറവില്ലാതെ ഞങ്ങൾക്കെതിരെ ഈ സ്കൂളാണിത്. ഇത് മേരി റാണി സ്കൂളാണ്. 1500 പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. അതിൻ്റെ മുമ്പിലാണ് ഈ വൃത്തികേട് ഇവർ കാണിക്കുന്നത്. എന്നിട്ട് ഇതാണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി ഗുണ്ടകളെ വെച്ച് വീടിന് കല്ലെറിഞ്ഞു. ആ കേസ് ഇപ്പോൾ കോടതി കിടക്കുകയാണ്. ഗുണ്ടകളെ വെച്ച് കല്ലെറിഞ്ഞു. ഇതാ കമ്പെടുക്കുന്നു എന്നെ അടിക്കാനായിട്ട് കമ്പെടുക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കാണണം. ഈ അനീതി ഇതാണ്ട് ഈ ചേച്ചിയാണ് തെറി പറയുന്നത്. നിങ്ങളെ പഞ്ചായത്തുകാരെന്താ പറഞ്ഞേ? ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് 1.5 മാസമായില്ലേ? പഞ്ചായത്തുകാരെന്താ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങൾക്ക് കോടതി വിധിച്ച സ്ഥലമാണ്. ഇത് ഞങ്ങൾക്ക് കോടതി വിധിച്ച് കിടക്കുന്ന സ്ഥലമാണ്. വേണമെങ്കിൽ സ്റ്റാറ്റസ് കോ വരെ ഉള്ളതാണ്. ആ ഫ്രണ്ടിലെ 5 സെന്റും ഈ 15 സെന്റും ഞങ്ങൾക്ക് വിധിച്ചതാണ്. നിങ്ങളാണ് അതിക്രമിച്ച് ഞങ്ങളുടെ പറമ്പിൽ കയറിയിരിക്കുന്നത്. ഇതിനെല്ലാം നാളെ കേസാവും. ഇന്നലെ ഇയാൾ കൊണ്ടിട്ട് മാലിന്യമാണ് ഈ കിടക്കുന്ന. എല്ലാവരുടെയും പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇത്രയും അഴുക്കുള്ള മാലിന്യം പന്ന വസ്തുക്കളും ഹോസ്പിറ്റൽ വേസ്റ്റുകളും കൊണ്ടിടുകയാണ് ഇയാൾ. എന്നിട്ട് ഞങ്ങളുടെ വീട് ഇതാണ് തൊട്ടടുത്ത്. എന്നിട്ട് ഇത് പഞ്ചായത്തിൽ തെളിവ് സഹിതം വീഡിയോ സഹിതം നിങ്ങൾ കൊടുത്തിട്ട് ഞങ്ങളെ ഇത് മാറ്റാതെ ഇന്നും വീണ്ടും വീഡിയോ എടുക്കാനായിട്ടാണ് ഞാൻ വന്നത്, പഞ്ചായത്തിൽ കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് അനുവദിച്ച സ്ഥലമാണ്. ഈ 15 സെന്റ് കോടതി രേഖകളുണ്ട്. ഞങ്ങൾക്ക് അനുവദിച്ചിട്ട് ഇയാൾ അതിക്രമിച്ചെടുത്തേക്കുന്ന സ്ഥലമാണ്. ഈ നിലം നികത്തിയതിനെല്ലാം നിങ്ങൾ സമാധാനം പറയും. അത് സ്കൂളാണ്, 1500 പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. ഈ പൊതുനിരത്തിൽ നിങ്ങളിടുന്നത് ശരിയാണോ? എന്നിട്ട് എന്നെ വരുത്തുന്ന എന്നെ അടിക്കാനായിട്ട് കമ്പെടുക്കുന്ന അയാൾ. ഇതും വീഡിയോയ്ക്കകത്തുണ്ട്. ഇത് എനിക്ക് അവകാശമുണ്ട്. നിങ്ങളെ ഈ കാണിക്കുന്ന വളരെ മോശമായ ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്നത്. ഇന്നലെ കരിമ്പുകാരൻ്റെ ചണ്ടി കൊണ്ട് തള്ളിയേക്കുന്ന കണ്ടില്ലേ? എന്നിട്ട് എന്നെ കമ്പെടുത്ത് അടിക്കാൻ പോകുന്ന അച്ചായ. ഒന്ന് അടിച്ചു നോക്ക്. തന്തയ്ക്ക് വരുന്നവനാണെങ്കിൽ അടിച്ചു നോക്ക്. ഒറ്റ തന്തയ്ക്ക് വിടക്കുന്നവനാണെങ്കിൽ എൻ്റെ ദേഹത്തൊന്ന് തൊട്ട് നോക്ക്. അപ്പം അറിയാം കേട്ടോ, പിന്നെ നീയൊക്കെ ഗുണ്ടകളെ വെച്ച് വീടിന് കല്ലെറിയിപ്പിച്ചില്ലേ മെമ്പറെ? എന്നിട്ട് 3 പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്യാൻ SI വിട്ടില്ല. എന്നിട്ട് എന്തായി? അല്ല അച്ചായ, ദേഹത്ത് തോടട്ടെ. ഇത് കണ്ടില്ല അച്ചായ, മാലിന്യം വീണ്ടും ഇട്ടിരിക്കുക. അച്ചായന്റെ ഗുണ്ട ഫോട്ടോ എടുക്കുക. നിങ്ങൾ ഈ ഇത്രയും മാലിന്യങ്ങള് ഇട്ടതിന് കുഴപ്പമില്ല. ഞാൻ ഗുണ്ടയല്ലേ? ഈ മാലിന്യം ഇടയിലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗുണ്ടയായല്ലേ? കാണിച്ചു തരാം. ഇന്ന് തന്നെ നിങ്ങളെ പോലീസ് പിടിപ്പിക്കാൻ. പോലീസിലല്ല, ഏതൊക്കെ നടപടിയുണ്ടോ? സ്കൂളാണ് കാണുന്ന, റാണി മേരി സ്കൂളാണ്. കുട്ടികളൊക്കെ കാണാം, നമുക്ക് കുട്ടികളൊക്കെ കളിക്കുന്നതാണ്. ഇത് മേരി റാണി സ്കൂളാണ്. ഇത് ഇപ്പം പഞ്ചായത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമേലും ആയെന്തോ എനിക്ക് തോന്നുന്നു. ഇത് കണ്ടില്ലേ മാലിന്യം? ഇത് ഇതേപോലെ നാറി ഞങ്ങളുടെ വീട്ടിൽ മൂർക്കം പാമ്പ് വരെ വന്ന് കയറി. ഇതുവരെയായിട്ട് ഇയാൾ മാറ്റിയിട്ടില്ല. ഇതാ കണ്ടില്ലേ, ഇത്രയും ശോഭകേട് ചെയ്തിട്ടേക്കാണ്. ഇത് കണ്ടില്ലേ, നാറി പുഴുത്ത് കൊതുക് കാരണം ഞങ്ങൾക്ക് ഇരിക്കാൻ മേല. ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ നോട്ടീസ് കൊടുത്തിട്ടും 1 മാസം സമയം കൊടുത്തിട്ടും ഇയാൾ മാറ്റിയിട്ടില്ല. അയാളുടെ പേര് VJ സിറിയക്ക്, പ്ലായിക്കാട് മേരി റാണി സ്കൂളിൻ്റെ തൊട്ടടുത്ത്. ഇത് കാണുന്ന സ്കൂളാണ്. ഇതിൻ്റെ അതിരാണ് ഞങ്ങളുടെ വീട്. ഇതാണ് ഞങ്ങളുടെ വീട്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീട്.